ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശുദ്ധ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഇതിനകത്ത് വളരെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവനും ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതം കൊണ്ട് മനുഷ്യൻ്റെ നമുക്ക് ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല. നമ്മൾ മരിച്ചാൽ എവിടോട്ട് പോകും, എന്താണ് നമ്മുടെ സ്ഥിതി എന്നുള്ളൊരു ശരിയായ ഒരു ചിന്ത പലർക്കും കാണുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കാതെ, ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തിൻ്റെ പ്രസാദകരമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഈ ദൈവത്തെക്കുറിച്ചൊരു ധാരണയില്ലാതെ, ഒരറിവില്ലാതെ മനുഷ്യൻ ആദ്യകാലത്ത് ഈ മരങ്ങളുടെയും മറ്റ് മൃഗങ്ങളെയും ഈ പ്രകൃതിയിൽ കാണുന്ന ഓരോ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഓരോ വസ്തുക്കളെയും സൂര്യനെയും ചന്ദ്രനെയൊക്കെ ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്. കുറേ ആളുകളെ കുറച്ചുകൂടെ തീക്ഷ്ണതയുള്ള ആളുകളെ ലോകത്തിൻ്റെ ഈ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോയി ദൈവത്തെ കാണാനായിട്ട്, ദൈവത്തെ കണ്ടെത്തണം. അതിനായിട്ട് കാട്ടിൽ പോയി അവർ തപസ്സിരുന്നു ദീർഘകാലം. അത് നല്ല കാര്യമാണ് ഒരർത്ഥത്തിൽ. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. പക്ഷേ അവർ പോയി തപസ്സിരുന്നിട്ട് അവർക്ക് യഥാർത്ഥ സത്യ ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പല ഋഷിവര്യന്മാരും പണ്ട് മുതലേ അവരെ ആഗ്രഹിച്ചതും ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാ അമൃതംഗമയ. ആ പരിശുദ്ധരായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വഴി നടത്തണമേ, മരണത്തിൽ നിന്ന് നിത്യതയിലേക്ക് വഴി നടത്തണമേ. അതുപോലെ തന്നെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ നടത്തണേ. അങ്ങനെ അവരെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ആളുകളും ദൈവത്തെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അതായത് കോടാനുകോടി നക്ഷത്രങ്ങളെയും സൂര്യനെയും എല്ലാം സൃഷ്ടിച്ച് ഈ പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും മനുഷ്യരെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാശക്തിയുണ്ട്. അതാണ് ദൈവം. വാസ്തവത്തിൽ ഒരു സ്പിരിറ്റാണ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ആ ആത്മാവാണ് ദൈവം. പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അദൃശ്യനാണ്, അരൂപിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. ആ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ജനങ്ങളുടെ എല്ലാം ഈ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എല്ലാം മാനിച്ചുകൊണ്ട് ഈ സർവശക്തനായ ദൈവം തന്നെ മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നു. അതായത് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഒരു അന്ന് ജീവിച്ചിരുന്ന ഏകദേശം 2000 വർഷത്തിന് മുമ്പ് അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന പരമപരിശുദ്ധയായ ഒരു വനിതയിൽ
പിന്നെ ഈ ഈ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് ഒരു മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നതാണ് യേശു ക്രിസ്തു. ഇതങ്ങനെ നമ്മൾ പറഞ്ഞു തീർത്താൽ ശരിയാകുന്നില്ല. ഇത് ശരിയാണോ? ഈ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഒന്ന് നോക്ക്. നമ്മുടെ മുമ്പിൽ ധാരാളം മതങ്ങളൊക്കെ കാണാനുണ്ട്. അവർ മിക്കവാറും എല്ലാവരും ഈ കൊട്ടാരങ്ങളിലാണ് ജനിച്ചത്, കൊട്ടാരങ്ങളിൽ വളർന്നു. ഇതല്ല. ഈ സർവശക്തനായ പ്രപഞ്ചത്തിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ഉടയനായ ദൈവം വന്ന് ജനിച്ചത് പുൽക്കൂട്ടിലാണ്. അദ്ദേഹത്തിന് കിടക്കാൻ ഒരു സ്ഥലം കൊടുത്തില്ല ആരും. അവിടെ ജനിച്ചിട്ട് അവിടെ വളർന്നു. അമ്മയുടെ നാട്ടിൽ നസറേത്തിൽ പോയി വർഷങ്ങളായിട്ട് ജീവിച്ചു. ഒരു 30 വർഷം കഴിഞ്ഞിട്ട് ഒരു 3.5 വർഷം മാത്രം അദ്ദേഹം പൊതുവായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചു. അദ്ദേഹം ചെയ്തത് എന്തൊക്കെയാണെന്നറിയാമോ? അതായത് മരിച്ചു കിടന്ന് 4 ദിവസം കഴിഞ്ഞ ഒരു ലാസർ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കല്ലറയുടെ വാതിൽക്കൽ ചെന്ന് നിന്നുകൊണ്ട് വിളിക്കുക, ലാസറെ എഴുന്നേറ്റ് വരാൻ. ആ ലാസർ എഴുന്നേറ്റ് വന്നു. കണ്ണ് കാണാൻ വയ്യാത്തവനെ തൊട്ടാൽ ഉടനെ സൗഖ്യം കിട്ടും. തളർന്ന വാദം പിടിച്ച് പൊങ്ങാൻ വയ്യാതെ 4 പേര് പൊക്കിക്കൊണ്ട് വന്ന ഒരു മനുഷ്യനോട് പറയാ, നീ കട്ടിൽ നിന്റെ കിടക്കോട്ട് എടുത്തോണ്ട് നടക്കാൻ. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെ അത്ഭുതം മാത്രം പ്രവർത്തിച്ച്, മനുഷ്യനും നന്മ മാത്രം പ്രവർത്തിച്ച് ജീവിച്ച ആ മഹാശക്തി, ആ ക്രിസ്തു നേരത്തെ പറഞ്ഞു, ഞാൻ മരിക്കും, മരിച്ചു കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അന്നത്തെ ദുഷ്ടന്മാരായ ആളുകൾ ഈ ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് ഇവരെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് ധാരാളം ആളുകൾ ഈ ക്രിസ്തുവിൻ്റെ പുറകെ പോയി. അങ്ങനെ വന്നപ്പോൾ അന്നത്തെ മത നേതാക്കന്മാർക്കെല്ലാം വലിയ അങ്കലാപ്പായി. അവർ പറയാണ്, ഇവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല, ഇവനെ എങ്ങനെയെങ്കിലും നമുക്ക് നശിപ്പിക്കണം. അതിനുവേണ്ടി കള്ളക്കേസും കള്ള സാക്ഷികളെയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അവർ പീലാത്തോസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ രാജാവിൻ്റെ അടുക്ക വന്നു. അവർ ഇല്ലാത്ത അസത്യങ്ങൾ മാത്രം പറഞ്ഞു. ഈ പീലാത്തോസ് ഇത് മുഴുവൻ വായിച്ച് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഈ മനുഷ്യനിൽ ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല. അവർ എന്നിട്ട് സമ്മതിക്കത്തില്ല. അവനെ എന്തോ ചെയ്യണം, ക്രൂശിക്കണം എന്ന് മാത്രം അങ്ങ് പറയുക. അവസാനം പീലാത്തോസ് എന്നാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു, എനിക്ക് ഈ നീതിമാനിൽ പങ്കില്ലെന്നും പറഞ്ഞ് കൈ കഴുകി മാറുക ചെയ്ത്. അവർ കൊണ്ടുപോയി ഈ നിരപരാധിയായ, അത് യാതൊരു പാപം ചെയ്തിട്ടില്ലാത്ത ഈ പരമപരിശുദ്ധരായ ദൈവത്തിനെ അവർ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയി. എന്തുമാത്രം കഷ്ടപ്പാടാണ് സഹിച്ചത്. മുള്ളുകൊണ്ട് കിരീടം മെടഞ്ഞ് തലയിൽ വെച്ച് ആഞ്ഞടിച്ചു. ചോര രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകി. പുറമടിച്ച് കീറി. അവസാനം നടത്തിക്കൊണ്ടൊരു മലയുടെ മുകളിൽ കൊണ്ടുപോയി, ഗോൽഗോഥ എന്ന് പറയുന്ന മലയിൽ കൊണ്ടുപോയി ക്രിസ്തുവിനെ ക്രൂശിക്കുകയാണ്. 2 കയ്യിലും കാലിലും ആണി അടിച്ചു തറച്ചു. ഈ ചങ്ങിന് നേരെ കുത്തി. ഇതെല്ലാം സഹിച്ചുകൊണ്ട് ക്രിസ്തു ആരോടും ഒരു പ്രതികാരം ചെയ്യാതെ, ഒരു ശാപവാക്ക് പോലും പറയാതെയാണ് അവിടെ ചങ്ങിന് നേരെ കുത്തിയ മനുഷ്യനെ നോക്കിക്കൊണ്ട് ദൈവത്തോടെ, പിതാവായ ദൈവത്തോട് പറയാ, പിതാവേ, ഇവരറിയാതെ ചെയ്യുന്നതാണ്, ഇവരോട് ക്ഷമിക്കണമേ. ഈ ക്ഷമ, ഇത്രമാത്രം ഒരു സ്നേഹം, ഇങ്ങനൊരു ദയ, ഇങ്ങനൊരു ഒരു സ്വഭാവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അവർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്തു. അവരെ ഈ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ലോകത്തിന് കൊടുക്കാനായിട്ട് അവരെ സജ്ജരാക്കി. അവസാനം ക്രിസ്തു എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ക്രിസ്തു സ്വയം കാറ്റിൽ ഇങ്ങനെ ഉയർന്നു പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഒരു വലിയ മേഘം വന്ന് മറഞ്ഞു. അവിടെ വന്നപ്പോൾ ഈ ദൈവദൂതന്മാർ അവിടെ വന്നിച്ച് പറയുകയാണ്, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു പോയതുപോലെ തന്നെ വീണ്ടും വരും. എന്തിനു വേണ്ടിയാണ് വീണ്ടും വരുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ക്രിസ്തു ഈ കഷ്ടതയെല്ലാം സഹിച്ചത്? ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം ഒരേ ഒരു സംഗതിയായിരുന്നു. മനുഷ്യൻ്റെ ഇതുപോലെ ഹോളി സ്പിരിറ്റ്, അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തി പരിശുദ്ധമാണ്. അതായത് ഹോളി സ്പിരിറ്റ്, അതായത് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ സത്യം, നീതി, സ്നേഹം, കരുണ, ദയ, വിശ്വസ്തത, ഇതൊക്കെയാണ്.
അതിന് എതിരായിട്ട് ഒരു ശക്തി ലോകത്തുണ്ടായിരുന്നു അന്ന്. അത് ഈവിൾ സ്പിരിറ്റാണ്. കള്ളവും കൗശലവും കൊലയും ദേഷ്യവും കോപവും ക്രോധവും എല്ലാ ദോഷങ്ങളും ആ സാത്താൻ്റെ പരിപാടി. അത് സാത്താന് ഈ രണ്ട് വഴി നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട് ദൈവം. നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം അതിനൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മളാണ് നരകവും സ്വർഗവും ഒക്കെ സൃഷ്ടിക്കുന്നത്. ഉള്ളൂർ പരമേശ്വരയ്യർ പറഞ്ഞ പോലെ ഈ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മൾ തന്നെയാണ് സ്വർഗവും നരകവും ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മളാണ് തീരുമാനിക്കുന്നത് നമുക്ക് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് ദൈവം ഫലം തരുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ ഈ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര നശ്വരമാണ്. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. പണത്തിന് വേണ്ടി പണം വാരിക്കൂട്ടാൻ മാത്രം മനുഷ്യനിങ്ങനെ ഓടി നടക്കുകയില്ലയോ? എത്ര ശമ്പളം കൊടുത്താലും അവന് ജോലി ചെയ്യണമെങ്കിൽ അവന് വേറെ പൈസ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എല്ലാ അനീതിയിലും അധർമ്മത്തിലും കൂടെ ഈ മനുഷ്യൻ പണം ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു? ഇതവന് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ 10 പൈസ പോലും അവന് ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. പിന്നെന്താ അവന് കൊണ്ടുപോകാൻ പറ്റുന്നത്? അവൻ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രം. നമ്മുടെ ഇംഗ്ലീഷിലെ ഒരു ഇതുണ്ട്, വാട്ട് ഫോളോസ് എ മാൻ ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഒരു മനുഷ്യൻ്റെ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പോകുന്നത് എന്താണ്? അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഹിസ് ഗുഡ് ഡീഡ്സ് ആൻഡ് ബാഡ് ഡീഡ്സ്. അവൻ്റെ നന്മ പ്രവൃത്തികളും തിന്മ പ്രവൃത്തികളും അവൻ്റെ കൂടെ പോകും. അവിടെ ചെല്ലുമ്പോഴാണ് ദൈവം ഇത് രണ്ടും കൂടെ വെച്ച് തീരുമാനിക്കും. നിത്യമായ സ്വർഗത്തിലേക്ക് ആ പരമ സന്തോഷത്തിലേക്ക് ഇവനെ വിടണോ, അതോ നിത്യനാശത്തിലേക്ക് സാത്താൻ്റെ ഈ പിടിയിലേക്ക് നരകത്തിലേക്ക് അവനെ വിടണമെന്ന് ദൈവം തമ്പുരാൻ. ദൈവം നീതിമാനാണ്. ദൈവം അത് വെച്ചാൽ തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രവൃത്തി അനുസരിച്ചാണ് നമുക്കിതിനുള്ള ഫലം കിട്ടുന്നത്. ഈ മനുഷ്യ ജീവിതം എന്ന് എത്ര നിസ്സാരമാണ്. പിന്നെ ഹിന്ദിയിലെ ഒരു ദോഹയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് മാലി ആവത്ത് ദേഖ് കരി കലിയാം കരി പുകാർ. മാലി ആവത്ത് ദേഖ് കരി കലിയാം കരി പുകാർ. ഫൂലെ ഫൂലെ ചുൻ ലിയ കാൽഹി ഹമാരി ബാർ. അതായത് കവിയുടെ ഭാവനയെക്കുറിച്ച് പറഞ്ഞ തോട്ടക്കാരൻ വരുന്നു. അത് കണ്ടുകൊണ്ട് അവർ പറയുകയാണ്, അവിടെ യജമാനൻ വരുന്നുണ്ട്, ഇന്ന് വിടർന്ന വികസിച്ച പുഷ്പങ്ങളെ ഇന്ന് അറുത്തുകൊണ്ട് പോവും. കാൽഹി ഹമാരി ബാർ, നമ്മുടെ തേൻ നാളെയാണ്. അപ്പോൾ കുറേ ആളുകൾ മരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുമോ നമുക്ക് ഇതും ബാധിക്കത്തില്ല. അങ്ങനെയൊന്നുമല്ല. കാൽഹി ഹമാരി ബാർ, നാളെ നമ്മുടെ സ്ഥിതി ഇത് തന്നെ. ഇതിനെക്കുറിച്ച് ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ്. എല്ലാം ഈ ലോകത്തിലെല്ലാം സാധിക്കാം, ഇതുകൊണ്ട് എന്നും അങ്ങ് ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ തെറ്റാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ നമ്മൾ നോക്കേ. ഇതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ള ഇതുള്ളൂ, നമ്മളുടെ ഈ സ്വഭാവം വിടണം. ക്രിസ്തു പാപികളെ രക്ഷിക്കാനായിട്ടാണ് വന്നേ. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ക്രിസ്തു ഈ ക്രൂശിൽ കടന്ന് കഷ്ടപ്പെട്ടതല്ല. അവരുടെ ഇതെല്ലാം സഹിച്ചത് മുഴുവൻ നമ്മളുടെ പാപത്തിന് വേണ്ടിയാണ്, ആ പരിഹാരത്തിന് വേണ്ടിയാണ്. ആ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളെ രക്ഷിക്കാനായിട്ട് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ക്രിസ്തു പറഞ്ഞ ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. ഈ സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിലുള്ള പൂർണ്ണമായ വിശ്വാസം, അടിയുറച്ച വിശ്വാസം വേണം. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിതം. ക്രിസ്തു എന്താ പറഞ്ഞത്? നിന്നെ ഒരു കാരണത്തഴിച്ചാൽ മറ്റേതൂടെ കാണിച്ചു കൊടുക്കുക. നിനക്ക് രണ്ടുടുപ്പുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തവന് കൊടുക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും കൂട്ടുകാരനെയും സ്നേഹിക്കുക. ഇത്രയും ക്ഷമിക്കുക. എല്ലാത്തിനും എന്ത് ചെയ്താലും ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ദോഷം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണോ നമ്മളിപ്പോൾ ജീവിതത്തിൽ കാണിക്കുന്നത്? ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളായി ഈ ലോകത്ത് ഇപ്പോൾ നടക്കുന്നത്? ഇത് ഇവരുമല്ലോ മനസ്സിലാക്കുന്നുണ്ടോ? ഈ സത്യങ്ങൾ മറ്റുള്ളവരോട് പറയാനുള്ള ചുമതല ആർക്കാ? ഈ സത്യം അറിഞ്ഞിട്ടുള്ളവർക്കല്ലേ. അവരെ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? അതെന്താ കാരണമെന്നറിയാവോ? ഈ ഗലാത്യ ലേഖനത്തിലെ പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ക്ഷുദ്രൻ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ.
ശരിയല്ലയോ? ക്രിസ്തു നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. ദൈവത്തിന് ആരാധനയെ നമുക്ക് കാണാം. വിശുദ്ധ ബൈബിളിൽ നമുക്ക് കണ്ടെത്താം. ഈ ദൈവത്തെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കും. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? ആ ശക്തിയാണ് പൈശാചിക ശക്തി. അതുകൊണ്ടാണ് ഈ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ നമുക്ക് സാധിക്കാത്തത്, നമ്മുടെ നാക്ക് പോകാത്തത്. അതെല്ലാം മാറണം. മാറിയിട്ട് എന്താ വേണ്ടത്? പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവിടെ പറഞ്ഞേ? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ദൈവത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചാൽ ഇത് നിലനിൽക്കുന്നതല്ല. ഇവിടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയാലും കാറ് വാങ്ങിച്ചാലും ധാരാളം വസ്തു ഉണ്ടാക്കിയാലും ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടത്തില്ല. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രസാദമുള്ള യാഗമായി സമർപ്പിൻ. ഈ ലോകത്തിൻ്റെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടണം. അതാണ് നമ്മളെ സംബന്ധിച്ച് കരണീയമായിട്ടുള്ള കാര്യം, ആവശ്യമുള്ള കാര്യം, ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യം. നമ്മുടെ ശരീരങ്ങളെയും മനസ്സിനെയും എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. എന്നിട്ട് നന്മയും പ്രസാദവും, അതായത് ദൈവത്തിന് പ്രസാദവുമുള്ള ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ മനസ്സിന് മാറ്റം വരണം. ഇതുവരെയുള്ള പാപങ്ങൾ തെറ്റുകളും എല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് അതിനുള്ള ഒരേ ഒരു മാർഗം വളരെ എളുപ്പമാണ്. ഒരു പിൽഗ്രിം സെൻറ്ററിലും പോകേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ആരുടെ സഹായവും ആവശ്യമില്ല. നമുക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റും. ഈ ദൈവത്തോട് നമ്മൾ പാപത്തിനെ കുറിച്ച് ഏറ്റുപറയും. അറിഞ്ഞു അറിയാതെ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം പാവങ്ങളാണ്. ഈ പാവമെല്ലാം പോക്കി എന്നെ ശുദ്ധീകരിക്കണമെന്ന് ഹൃദയം തകർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അത് നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ മുറിക്കകത്തിരുന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ദൈവം നമ്മളെ ആത്മാർത്ഥമായി സത്യസന്ധമായി അങ്ങനെ പ്രാർത്ഥിച്ചാൽ, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നമ്മുടെ പാപം ക്ഷമിക്കും. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും ശരി, അത് ഹിമം പോലെ വെളുപ്പിക്കാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളതാണ്. ദൈവം പറഞ്ഞിട്ടൊന്നും മാറുന്നവനല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരുത്തില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ശ്രമിച്ചു നോക്കുക. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സ് മാറ്റിക്കൊണ്ട്, ദൈവത്തിന് വേണ്ടി നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിച്ച് അപ്പോൾ നമ്മുടെ ഈ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരും. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാ സകലവും പുതുതായി തീർന്നിരിക്കുന്നവൻ. അതുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറാൻ സാധിക്കും. പഴയ സ്വഭാവങ്ങളെല്ലാം മാറും. അതോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ചാൽ നമ്മൾ പുതിയ മനുഷ്യനായിരിക്കും. നമുക്ക് പിന്നെ സന്തോഷമായിരിക്കും. ഈ ലോക ജീവിതം ഒരു സുഖവും സന്തോഷമായിരിക്കും. ഇവിടെ സ്വർഗീയമായ സന്തോഷത്തിനും സമാധാനത്തിനും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ താൽക്കാലികമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം ചെലവഴിച്ചാൽ നമ്മൾക്ക് തൽക്കാലത്തേക്കുള്ള സുഖവും സന്തോഷവും സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും. പക്ഷേ നിത്യമായ നാശത്തിലേക്കായിരിക്കും അത് പോകുന്നത്. അതേസമയത്ത് ദൈവത്തോടൊപ്പം നമ്മൾ ദൈവഹിതപ്രകാരം ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും നമ്മളെ നയിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിലേക്ക്, ഈ പരമപരിശുദ്ധനായ സർവശക്തനായ ദൈവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിത്യമായ രാജ്യത്തിന് അവകാശികളൊക്കെ ആയിത്തീരാൻ സാധിക്കും. ഇത് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ. ഇത് നിങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ പാപങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ദൈവം മനുഷ്യനെ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കത്തൊന്നുമില്ല. ഇവിടെ കണ്ട ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? പിന്നെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന്
എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും. അവ നിങ്ങളെ ഇല്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഈ ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്പം താണ്ട് കാട്ടിൽ നിന്ന് മൃഗങ്ങളെല്ലാം ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. എത്ര പേരെ ഇപ്പം കൊന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാതെ നമ്മുടെ തോന്നിയ പോലും എന്ത് അധർമ്മവും പ്രവർത്തിച്ച് ജീവിക്കുന്നത് കൊണ്ടുള്ള പരിണിത ഫലമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, സത്യസന്ധമായിട്ട് പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ വചനത്തിനൊരു മാറ്റവും വരികയില്ല. നമ്മുടെ ജീവിതം പുതുക്കണം, ദൈവത്തെങ്കിലും സമർപ്പിക്കണം, അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി തീരണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിന് ഹിതകരമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുക. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.